ഞാൻ ജോബ്സിൻ്റെ വേറൊരു ഗ്രൂപ്പ്, നല്ല ഐശ്വര്യമുള്ളൊരു ഗ്രൂപ്പ് കണ്ടുപിടിക്കേണ്ട ഞാൻ. ഓക്കെ, ഏത് ഷൂ ആണ് നിങ്ങൾ ധരിക്കുന്നത്? വെൽക്കം ബാക്ക് എവരിബഡി. മേഡ് ഇൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയാനായിട്ട് പാർട്ട് ടൈം ജോബ്സ് ഇൻ ഓസ്ട്രേലിയ. ആദ്യമായിട്ട് സ്റ്റുഡൻസ് ഇവിടെ സ്റ്റുഡൻറ് വിസയിൽ വരുന്ന സമയത്ത് പാർട്ട് ടൈം ജോബ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിന് പല പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആ പാർട്ട് ടൈം ജോബ്സ് കണ്ടുപിടിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ റെസ്യൂമെ ബിൽഡ് ചെയ്യുന്നത്, പിന്നെ ഈ പ്ലാറ്റ്ഫോമുകളിൽ എന്താണ് മെയിനായിട്ട് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ ജോലി കിട്ടാനായിട്ട്, അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ വീഡിയോൻ്റെ ഫോക്കസ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. പേര് പോലെ തന്നെ എന്താണ് പാർട്ട് ടൈം ജോബ്സ്? പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഓസ്ട്രേലിയയിൽ സ്റ്റുഡൻറ് വിസയിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒബ്വിയസ്ലി ഒരു ലിവിങ് എക്സ്പെൻസ് ഉണ്ടല്ലോ. ആ ലിവിങ് എക്സ്പെൻസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു ജോബ് ചെയ്യണം. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് നമ്മുടേതായ സേവിങ് ഗോൾസും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. നാട്ടിൽ വീട്ടിൽ പൈസ അയക്കേണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ ലോൺ റീപേയ്മെൻറ്റ് ചെയ്യേണ്ടവരുണ്ടാവും, അല്ലെ കടമെടുത്തിട്ട് ഓസ്ട്രേലിയ വരുന്നവരുണ്ടാവും. അങ്ങനെ പല സാഹചര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പേരൻസിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ അത് ഒരു നല്ലൊരു പ്രാക്ടീസ് അല്ല. അതുകൊണ്ട് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ട് ടൈം ജോബ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് 3 പ്ലാറ്റ്ഫോംസ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാൻ ഇഷ്ടം പോലെ വേസ് ഉണ്ട്. പക്ഷേ ഇതിലേറ്റവും പോപ്പുലറായിട്ടുള്ളതും ഏറ്റവും എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും 3 പ്ലാറ്റ്ഫോമുകളാണ്. ഒന്ന് പറഞ്ഞാൽ ഗംട്രീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഞാനിത് മെയിനായിട്ട് കാണിച്ചു തരാം. ഇത് പല പല യൂസസ് ആണ് ഈ ഗംട്രീയിൽ വരുന്നത്. ഇത് ഒരു ഓസ്ട്രേലിയൻ വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്താ പറയുക, ഫർണിച്ചർ മേടിക്കുക, അല്ലെങ്കിൽ ക്ലോത്ത്സ്, പിന്നെ എന്താ പറയുക, എന്ത് സാധനം, അല്ലെങ്കിൽ വണ്ടി മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്തുണ്ട്. ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് ഇത് മെയിനായിട്ട്. അതിൻ്റെ ഒപ്പം ജോബ്സ് ഇവർ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു ലുക്ക് ആൻഡ് ഫീല് വെബ്സൈറ്റിൻ്റെ. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്ത് സാധനമാണ് നമ്മൾ നോക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗറീസിൻ്റെ ഈ സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ജോബ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടപ്പുണ്ടാവും. ഈ ജോബ്സിന് തന്നെ പല സബ് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ അക്കൗണ്ടിങ് ഫീൽഡിലുള്ള ജോബാണോ നോക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ അല്ലെ ഓഫീസ് സപ്പോർട്ടാണോ, അഡ്വർടൈസിങ് ആണോ നോക്കുന്നത്, ബാങ്കിങ്, കോൾ സെൻറ്റർ, അങ്ങനെ കുറേ ഫീൽഡുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇഷ്ടമുള്ള ഫീൽഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവും. പക്ഷേ ഏത് പ്രൊഫഷണലായിട്ടുള്ള ഒരു ജോബിലേക്ക് നമ്മൾ കയറുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രീവിയസ് എക്സ്പീരിയൻസ് വെക്കണം. അത് നമ്മളൊരു റെസ്യൂമെ അല്ലെങ്കിൽ ഒരു CV കാണിച്ചിട്ട് വേണം നമ്മൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ആ ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ റെസ്യൂമേൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഗംട്രിയിൽ എങ്ങനെയാണ് ജോലി സെർച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജോബ്സിൽ പല പല ഓപ്ഷനുണ്ട്, ഈ കാണാമല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നേഴ്സാണ്. ഞാൻ നാട്ടിൽ BSc കഴിഞ്ഞിരുന്ന ഒരു നേഴ്സാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മെയിനായിട്ട് നേഴ്സിങ്ങിൻ്റെ ജോബാണ് എനിക്ക് നോക്കുന്നത്. അപ്പോൾ ഞാൻ നേഴ്സിങ് ജോബ്സ് ബേഴ്സിങ് അല്ല, നേഴ്സിങ് ജോബ്സ് എന്ന് അടിച്ചു കൊടുക്കും നമ്മൾ. അപ്പോൾ നമ്മൾ നേഴ്സിങ് അടിക്കുന്നു. നഴ്സിങ്ങിൻ്റെ ഒന്നും ഇല്ലേ? ഓക്കെ. അപ്പോൾ നഴ്സിംഗ് ജോബ്സിൽ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ
ഇഷ്ടംപോലെ ആഡ്സ് ഉണ്ട് ഈ വെബ്സൈറ്റിൽ, കാരണം ഇത് ഫ്രീ ആയതുകൊണ്ട്. അതുകൊണ്ട് ഈ ആഡൊന്നും നോക്കി പോകേണ്ട കാര്യമില്ല. അതല്ലാണ്ട് നമുക്ക് ലിസ്റ്റിങ്സ് കാണാൻ പറ്റും. രജിസ്റ്റേർഡ് നേഴ്സ്, കമ്മ്യൂണിറ്റി നഴ്സിംഗ് അല്ലെങ്കിൽ ബിഹേവിയർ സപ്പോർട്ട്. ഇത് മെയിനായിട്ടുള്ളത് ലിവർപൂൾ, ബാങ്ക്സ്റ്റൗൺ, കാൻറ്റർബറി, അങ്ങനെ പല പല ഏരിയയിലാണ് കിടക്കുന്നത്. രജിസ്റ്റേർഡ് നേഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ്. കമ്മ്യൂണിറ്റി നഴ്സിംഗ് അല്ലെ ബിഹേവിയറൽ സപ്പോർട്ട് എനിക്ക് തോന്നുന്നത് ഏജ് കെയർ പൊസിഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ജോബ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ലിസ്റ്റിങ്ങിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് അവർലി റേറ്റ് ആണോ ഉള്ളത്, പിന്നെ ക്യാഷ്വലായിട്ടാണോ അവർ നമ്മളെ എടുക്കുന്നത്. ക്യാഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടല്ല നമ്മളെ ജോലിക്ക് എടുക്കുന്നത്. ഉദാഹരണത്തിന് 10 എംപ്ലോയി ഉള്ള ഒരു കുഞ്ഞ് നഴ്സിംഗ് ഹോമാണെന്ന് വിചാരിച്ചോ. ആ 10 എംപ്ലോയിൽ ഒരു ദിവസം ഒരു ഏജ് കെയർ സപ്പോർട്ട് വർക്കർ ലീവ് എടുക്കാൻ ആഗ്രഹിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒറ്റയടിക്ക് ലീവ് പറഞ്ഞു. അപ്പോൾ ആ ലീവ് പറഞ്ഞ സമയത്ത് റിപ്ലേസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കാഷ്വൽസിനെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഇപ്പോൾ ഈ ജോലിക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കോൾ ചെയ്യും ആ ദിവസം രാവിലെ. അല്ലെങ്കിൽ നേരത്തെ ലീവിനെ പറ്റി അറിയാവുന്നുണ്ടായിരുന്നെങ്കിൽ അവർ തലേ ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് നമ്മുടെ ഉണ്ട്, രാവിലെയാണ് അല്ലെ വൈകിട്ടാണ്, ഇത്ര മണിക്കൂർ ഷിഫ്റ്റാണ്, അപ്പോൾ എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് നമ്മളെ വിളിച്ചു ചോദിക്കും. അപ്പോൾ നമ്മൾ അത് കൺഫർമേഷൻ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഡീറ്റെയിൽസ് അയച്ചു തരും. എന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുക. ഫസ്റ്റ് ഡേ ഓഫ് ജോബ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകാറുണ്ട് ഇവിടെ പൊതുവെ. ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ മെയിനായിട്ട് വർക്ക് പ്ലേസ് കാണിക്കുക, ഏതാണ് ഓഫീസ് സ്പേസ്, ഏതാണ് ഫ്ലോർ സ്പേസ്, ഏതാണ് നമ്മൾ ജോലി എടുക്കാൻ പോകുന്ന മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ, പിന്നെ അമ്യൂണിറ്റീസ്, ലഞ്ച് ഏരിയ, ബ്രേക്ക് റൂം, ടോയ്ലറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങൾ കാണിച്ചു തരുന്ന ഒരു സംഗതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ ആ ഇൻഡക്ഷനൊക്കെ സൈൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒരു തവണ നമ്മളിത് ചെയ്ത് കഴിഞ്ഞോണ്ടാൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യത്തില്ല. രണ്ടാമത്തെ സെയിം സ്ഥലത്താണ് നമ്മളെ വിളിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് 8 to 4 അല്ലെ 9 to 5 നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും അതിനുണ്ടാവില്ല. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നേഴ്സിംഗ് അല്ലാണ്ട് വേറൊരു ജോബ്, ഇപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് ഫീൽഡാണ് നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമെന്ന് ചോദിച്ചോ. ഞാൻ വന്ന സമയത്ത് ആദ്യത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് കിച്ചൺ ഹാൻഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ എടുത്ത ജോലിയല്ല, പക്ഷേ എനിക്ക് ആദ്യം തന്നെ ഒരു ജോലി കണ്ടെത്തണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ ഫൺ ഫാക്ട് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം വന്ന് ഒരു 2 ആഴ്ചക്കുള്ളിൽ ഒരു മലയാളിയുടെ ഒരു ഗ്രോസറി അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഗ്രോസറി ഷോപ്പും റെസ്റ്റോറൻറ്റും ഒരുമിച്ചാണ്, ഒരു ചെറിയ സ്പേസാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ ഏകദേശം 1 മാസത്തോളം വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ മെയിനായിട്ട് അവിടെ പാത്രം കഴുകുക, പിന്നെ ആ ഗ്രോസറി ഷോപ്പിൽ വരുന്ന സാധനങ്ങൾ റീഫില്ല് ചെയ്യുക. ഇവർക്ക് ഓരോ റാക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ലുലു മോളിലോ അല്ലെങ്കിൽ വേറെ ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, ബിസ്മി അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റാക്സ് ഉണ്ടല്ലോ. ആ റാക്സിൽ ഏത് പ്രോഡക്റ്റ് ഗ്രൂപ്പാണോ നമ്മൾ വെക്കുന്നത്, ഇപ്പം അരിയാവാം, അല്ലെങ്കിൽ സ്നാക്ക് ഐറ്റംസ്, കർമറ ഐറ്റംസ് ഇഷ്ടംപോലെ കാണുക, അല്ലെങ്കിൽ എണ്ണ, അങ്ങനത്തെ കുറേ അച്ചാറ്, കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. ഇതെല്ലാം കൂടെ റീഫിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. പിന്നെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക, ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ അത് ഏകദേശം 1 മാസത്തോളം ഉണ്ടായിരുന്നു. അതിന് ഇവിടെ പറയുന്ന പേര് കിച്ചൺ ഹാൻഡ് എന്നാണ്. അപ്പോൾ കിച്ചൺ ഹാൻഡിൻ്റെ ജോബ് ഞാനിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കിവിടെ റൈറ്റ് സൈഡിൽ ലൊക്കേഷൻ കിടക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓസ്ട്രേലിയ എന്നാണ് കിടക്കുന്നത്. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് അല്ലെ ഏത് സിറ്റിയിലാണ് നിങ്ങൾ ഓസ്ട്രേലിയയിൽ വരുന്നത് അത് നിങ്ങൾ ഫിൽറ്റർ ചെയ്യാൻ മറക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ആദ്യം അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ ലൊക്കേഷൻ വെച്ചിട്ടാണെങ്കിലും കണ്ടുപിടിക്കും. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലൊക്കേഷൻ ഓൺ ആക്കട്ടെ എന്നവർ ചോദിക്കും. അപ്പോൾ ആ ഓൺ ആക്കുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ GPS വെച്ചിട്ട് അവർ കണ്ടുപിടിക്കും. കിച്ചൺ ആൻഡ് ജോബ്സിൽ ഫസ്റ്റ് ലിസ്റ്റിംഗ് കാണിച്ചേക്കുന്ന എക്സ്പീരിയൻസ് പിസ്സ ഷെഫ്, കാൾട്ടൺ, ലിയോനാർഡോസ് പിസ്സ പാലസ്.
അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷെഫിനെയാണ് ഇവർക്ക് വേണ്ടത്. മിക്കവാറും നമുക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എൻ്റെ സാഹചര്യത്തിൽ ഞാനിത് ഉറപ്പായിട്ടും വെറുതെ ഇവരെ വിളിച്ച് ശല്യം ചെയ്യാനായിട്ട് ഞാൻ പോകത്തില്ല. കാരണം ഇത് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് കിട്ടത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് കിച്ചൺ ഹാൻഡ് മെൽബൺ. ഓക്കെ, ഇത് എക്സ്പീരിയൻസ്ഡ് കിച്ചൺ ഹാൻഡ് എന്നാണ് അവർ പറയുന്നത്. എങ്കിലും ഇതിൽ ഞാൻ അപ്ലൈ ചെയ്യും. കാരണം ഇതിലൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റോള് ഷെഫ് അല്ലെങ്കിൽ വെയിറ്റർ അല്ലെ സർവീസ് ഏജന്റ് അങ്ങനെ ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഇവർക്കൊരു കിച്ചൺ ഹാൻഡിനെയാണ് വേണ്ടത്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊള്ളാം, അങ്ങനെയാണ് ഇവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതൊരു സൂഷി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ സൂഷി കഴിച്ചിട്ടുള്ളവർ അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സൂഷി കഴിക്കാത്തവർക്കും അപ്ലൈ ചെയ്യാം. ഇത് ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ പേസ് അനുസരിച്ചാണ്. അപ്പോൾ ചില റെസ്റ്റോറൻറ്റിൽ ഈ സൂഷി ഉണ്ടാക്കലായിരിക്കില്ല നമ്മുടെ പരിപാടി. സൂഷിന് വേണ്ട സാധനങ്ങൾ, ഇപ്പോൾ അതിൻ്റെ സ്റ്റിക്കി റൈസ് പിന്നെ വെജിറ്റബിൾസ് റെഡിയാക്കി വെക്കുക, അതൊക്കെ ആയിരിക്കും നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഇവരെ വിളിച്ചു ചോദിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം ഓസ്ട്രേലിയ വരുമ്പോൾ തന്നെ നമുക്കൊരു സിം വേണം കേട്ടോ. സിം ഉണ്ടെങ്കിലേ പരിപാടികൾ നടക്കുകയുള്ളൂ. കാരണം ഏതൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് ഫോൺ നമ്പറിലാണ് അവർ പൊതുവെ വിളിക്കാറ്. അപ്പോൾ സിം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിങ് കാണാൻ പറ്റുന്ന അവർലി റേറ്റ് ആണ്, പിന്നെ കാഷ്വൽ ആണ്. അപ്പം നേരത്തെ പോലെ തന്നെ കാഷ്വൽ എംപ്ലോയി ആണ്, ഫുൾ ടൈം അല്ല നമുക്ക് കയറാൻ പറ്റുന്നത്. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ, ഫ്രണ്ട് ഓഫ് ദി ഹൗസ് നോർത്ത് ലേക്സ് ജംഗിൾ അഡ്വഞ്ചർ പ്ലേ. ഓക്കെ, ജംഗിൾ അഡ്വഞ്ചർ പ്ലേ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫ്രണ്ട് ഓഫ് ദി ഹൗസ്. ഫ്രണ്ട് ഓഫ് ദി ഹൗസ് എന്താണ്? ഒരു കസ്റ്റമർ ആദ്യം തന്നെ റെസ്റ്റോറൻറ്റിൽ കയറി വരുമ്പോൾ നമ്മൾ ഏത് ടേബിളിലാണോ അലോക്കേറ്റ് ചെയ്യുന്നത് അവരെ ഗ്രീറ്റ് ചെയ്യുക. എന്നിട്ട് ആ ടേബിൾ ഏത് റെസ്പെക്റ്റീവ് ടേബിളിലാണോ അതിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോയി ഇരുത്തുക. അതൊക്കെയാണ് ഫ്രണ്ട് ഓഫ് ഹൗസിൻ്റെ പരിപാടി. മെനു സെലക്ഷൻ കാണിച്ചു കൊടുക്കുക. മെനുവിനെ പറ്റി അവർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഓർഡർ എടുക്കുക, സജഷൻസ് എടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഫ്രണ്ട് ഓഫ് ദി ഹൗസ്. അപ്പോൾ ഇതും ഈ പറയുന്ന പോലെ തന്നെ അവർലി റേറ്റ് ആണ്. പിന്നെ കാഷ്വൽ. ഇതിൻ്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്വീൻസ്ലാൻഡ് ആണ്. പിന്നെ ഇത് എന്നാണ് ലാസ്റ്റ് ഇട്ടേക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. 21-ാം തീയതി, സെപ്റ്റംബർ 21-ാം തീയതിയാണ് ഇത് ലാസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ 2 ദിവസം മുന്നെയാണ് ഈ ലിസ്റ്റിംഗ് ഇട്ടിരുന്നത്. ഇതിൻ്റെ വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഇട്ടേക്കുന്നത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര കുറവാണോ അത്രയും കൂടുതൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ആഡ് കണ്ടോ, 16 മണിക്കൂർ മുന്നെയാണ് ഇത് ഇട്ടിരുന്നത്. അപ്പോൾ ഈ ജോലിനെക്കാട്ടിലും കൂടുതൽ ചാൻസ് നമുക്ക് ഇത് കിട്ടാനാണ്. കാരണം ഇത് ഇട്ടിട്ട് അധികം നേരമായിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ തൊട്ട് താഴത്തെ ജോബ് കണ്ടോ, കിച്ചൺ ഹാൻഡ് 13 മിനിറ്റ് മുന്നെയാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഞാനാണ് ജോലി നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഈ 3 ലിസ്റ്റിങ്ങിൽ ഇതായിരിക്കും ആദ്യം വിളിക്കാൻ പോകുന്നത്. ഈ ലൊക്കേഷൻ നോക്കുക കേട്ടോ. ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഈ 13 മിനിറ്റ് എഗോ എന്നുള്ളത് ലിസ്റ്റിംഗ് ആയിരിക്കും തീർച്ചയായിട്ടും ഞാൻ വിളിക്കുക. മിക്ക സ്ഥാപനങ്ങളിലും ഈ നമ്പർ വെച്ചേക്കുന്നത് ഒന്നെങ്കിൽ ഓണറിൻ്റെ അല്ലെങ്കിൽ ഓപ്സ് മാനേജറിൻ്റെ ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ഇവരെ വിളിക്കുക. എന്നിട്ട് ഇവരെ ആദ്യം ഗ്രീറ്റ് ചെയ്യുക, ഗുഡ് ഡേ, ഹൗസ് ഇറ്റ് ഗോയിങ് എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് ഇവർ പൊതുവെ ഫ്രണ്ട്ലി ആയിരിക്കും മിക്ക സ്ഥാപനത്തിലെ ഓണേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ്. അപ്പോൾ ഇവരെ വിളിച്ചിട്ട് ഇതുപോലെ ഞാൻ ഗംട്രിയിൽ നിങ്ങളുടെ ഒരു ലിസ്റ്റിംഗ് കണ്ടായിരുന്നു, ഈ ജോബ് ഇപ്പോഴും അവൈലബിൾ ആണോ? അപ്പോൾ അവൈലബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുക മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ഈ ജോലിയുടെ. കിച്ചൺ ഹാൻഡ് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതോ ഓൾറൗണ്ടർ ആണോ, എല്ലാ ജോബ്സും നമ്മൾ അതിനകത്തുള്ളത് നമ്മൾ ചെയ്യണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവരുടെ അടുത്ത് ചോദിക്കേണ്ടത് എപ്പോഴാണ് എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുക, എനിക്ക് ജോലിയിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഓണേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു എന്തൂസിയാസം കാണിക്കുക. അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവർ തീർച്ചയായിട്ടും ഇവർ വിളിക്കും. അടുത്ത പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫേസ്ബുക്കാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് വളരെയധികം എളുപ്പമുള്ളൊരു രീതിയാണ് ജോലി കണ്ടുപിടിക്കാൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഇവിടെ ഫേസ്ബുക്ക് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഹോം എന്ന് പറയുന്ന സ്ക്രീൻ എടുക്കുക,
എന്നിട്ട് സെർച്ച് ബട്ടൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് ജോബ്സ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ താമസിക്കുന്നത് ഇപ്പോൾ സിഡ്നിയിലാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ക്യാഷ് ജോബ്സ് ഇൻ സിഡ്നി എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്താൽ ഇത് ഓരോ ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പുകളാണ്. ഓരോ ആൾക്കാർ ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ ലിസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും നമുക്ക് കാണാൻ പറ്റും എത്ര ആൾക്കാരുള്ള ഗ്രൂപ്പായത്. ഈ ഒരു കേസിൽ 82,000ഓളം മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണിത്. ഈ ഗ്രൂപ്പിൽ ലാസ്റ്റ് ഇട്ടേക്കുന്ന ലിസ്റ്റിങ് 10-ാം തീയതി അത് പിണ്ടാണ് കേട്ടോ, സോറി, അത് ലാസ്റ്റ് ഇട്ടേക്കുന്നതല്ല. ഏറ്റവും ലേറ്റസ്റ്റ് ഇട്ടേക്കുന്നത് 3 ദിവസം മുമ്പ് ഇട്ടിരുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് സെൻഗിൽഡ. ഓക്കെ, ഇതിനകത്ത് മെയിനായിട്ട് ജോലിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഈ കേസിൽ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവർ മെയിനായിട്ട് കാണിച്ചേക്കുന്നത് ഓരോ ഇൻഡിവിജ്വൽസ് വർക്ക് ഹോളിഡേ വിസയിലൊക്കെ വരുന്നവർ ഇവരുടെ പ്രൊഫൈൽ എഴുതും. ഹലോ, ഞാൻ അമേരിക്കനാണ്, 31 വയസ്സുകാരനാണ്, ഞാൻ ഹോസ്പിറ്റാലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, ആനയാണ് ചേനയാണ്, അപ്പോൾ എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഈ ഒരു അപ്രോച്ച് അധികം എഫക്റ്റീവ് അല്ല. കാരണം അധികം ആൾക്കാർ എൻഗേജ് ചെയ്യാറില്ല പൊതുവെ. ഇപ്പം ഈ ഒരു പോസ്റ്റിന് ആകെപ്പാടെ ഒറ്റ കമൻറ്റേ കിട്ടിയിട്ടുള്ളൂ കണ്ടോ. അപ്പോൾ അധികം ആൾക്കാർ റിപ്ലൈ കൊടുക്കത്തില്ല. പക്ഷേ ചില ആൾക്കാർ ഇപ്പോൾ ഓണേഴ്സ് ഡയറക്റ്റ് മെസ്സേജും അയക്കും ഇങ്ങനത്തെ ടീംസിന്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ജോബ്സിൻ്റെ വേറൊരു ഗ്രൂപ്പ്, നല്ല ഐശ്വര്യമുള്ള ഒരു ഗ്രൂപ്പ് കണ്ടുപിടിക്കേണ്ട ഞാൻ. ഓക്കെ, ഇത് ഓരോ ഗ്രൂപ്പിൻ്റെ അടിയിൽ എത്ര തവണയാണ് ഒരു ദിവസം ഇവർ പോസ്റ്റ് ഇടുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ കണ്ടോ 3 പോസ്റ്റ് പെർ ഡേ, പിന്നെ 7 പോസ്റ്റ് പെർ ഡേ രണ്ടാമത്തെ ഗ്രൂപ്പിൽ. മൂന്നാമത്തെ ഗ്രൂപ്പ് കണ്ടോ 10-ൽ കൂടുതൽ പോസ്റ്റ് എല്ലാ ദിവസവും ഈ ഗ്രൂപ്പിലിടും. അപ്പോൾ ഏത് ഗ്രൂപ്പാണ് ഇതിൽ ഏറ്റവും നല്ലത്? മൂന്നാമത്തെ അല്ലേ? അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സെലക്ട് ചെയ്യാം. പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് NDIS, ഡിസബിലിറ്റി അല്ലെങ്കിൽ ഏജ് കെയർ ജോബ്സ് വേക്കൻസീസ് നോക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഗ്രൂപ്പാണിത്. ഓക്കെ, ഞാനിത് ജോയിൻ അടിച്ചു. ഓക്കെ, അപ്പോൾ ചില ഗ്രൂപ്പിൽ പൊതുവെ ഇങ്ങനത്തെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് നിങ്ങളുടെ ഈ ഒരു ഫീൽഡിൽ നിങ്ങളുടെ ജോലി എന്താണ്? അപ്പം ഞാനിവിടെ എഴുതാൻ പോകുന്നത് PCA, പേഴ്സണൽ കെയർ അസിസ്റ്റൻറ്റ്. പിന്നെ ഈ ഗ്രൂപ്പ് ഏജ് കെയറും NDISനും വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഏത് ഷൂ ആണ് നിങ്ങൾ ധരിക്കുന്നത്? ഇത് ഇവന്മാർ എഴുതിയിരിക്കുന്നത് ചിലവർ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാണ്ട് ആൻസർ എഴുതുക. അതിന് വേണ്ടിയിട്ടാണ് ഏത് ഷൂ സൈസാണ് നിങ്ങൾ വെയർ ചെയ്യുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. ഞാനിവിടെ 9 എഴുതുകയാണ്. എന്നിട്ട് I agree to ഗ്രൂപ്പ് റൂൾസ്. ഇതിനകത്ത് ഇവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതും. മെയിനായിട്ട് ആൾക്കാരെ അബ്യൂസീവായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ സ്വന്തം പ്രൊഡക്ട്സ്, പ്രൊമോഷൻസ് അല്ലെങ്കിൽ സ്കാം, മണി മാർക്കറ്റിംഗ്, മണി ചെയിൻ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിനകത്ത് ഇടാൻ പാടില്ല. അപ്പം തന്നെ ഇവന്മാർ നമ്മളെ ഗ്രൂപ്പിൽ നിന്നൊന്നും എടുത്ത് കളയും. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഗൈഡ് ലൈൻസ് നമ്മൾ ഇത് ചെയ്യുക, അഡെയർ ചെയ്തിട്ട് ജോയിൻ കൊടുക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടോ, നമ്മുടെ റിക്വസ്റ്റ് പെൻഡിങ് അപ്രൂവലിന് വേണ്ടി കിടക്കുകയാണ്. ഓക്കെ, ആ ഒരു റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ഏകദേശം മിക്ക ഗ്രൂപ്പുകളും ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഇത് അപ്രൂവ് ചെയ്യും, നമ്മുടെ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് കയറി കഴിഞ്ഞോണ്ട് ഇഷ്ടംപോലെ ജോബ്സിൻ്റെ ആഡ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ തന്നെ ഓണറിനെ അല്ലെങ്കിൽ നമ്മുടെ ഓപ്സ് മാനേജേഴ്സിനെ നേരിട്ട് വിളിക്കുക. എന്നിട്ട് കാര്യങ്ങൾ പറയുക. ഇന്ന ഫീൽഡാണ് എനിക്ക് താല്പര്യം, ഇന്ന ഫീൽഡാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്, അഥവാ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അപ്പോൾ പുതിയ ഫ്രഷേഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുമോ ഇങ്ങനത്തെ ജോലിക്ക്, അതൊക്കെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഓക്കെ, ലാസ്റ്റായിട്ട് കാണിച്ചു തരാൻ പോകുന്ന പ്ലാറ്റ്ഫോം സീക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ലാസ്റ്റ് വെച്ചതെന്ന് വെച്ചാൽ, ഇത് കുറച്ചുകൂടെ പ്രൊഫഷണൽ ലെവലിലുള്ള ജോബ്സാണ് പൊതുവെ സീക്കിനകത്ത് കാണിക്കാറുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എൻജിനീയേഴ്സോ അല്ലെങ്കിൽ നേഴ്സുമാർക്കൊക്കെ ഇവിടെ ഉണ്ട്. വൈറ്റ് കോളർ ജോബ്സ് ആണ് പൊതുവേ ഉള്ളത്. എന്നേത് ബ്ലൂ കോളർ ജോബ്സ് ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ ആദ്യം കാണിച്ചിരുന്ന 2 പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ച് ഇതിൻ്റെ പെർസെൻറ്റേജ് കുറവായിരിക്കും. വൈറ്റ് കോളർ ജോബാണ് ഒരു 70% ഈ പ്ലാറ്റ്ഫോമിനകത്തുള്ളത്.
അപ്പോൾ അധികം പണിയെടുക്കാൻ താല്പര്യമില്ലാത്തവർ, അല്ലെ കുറച്ച് ഓഫീസ് സെറ്റിങ്ങിൽ താല്പര്യമുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പഠിച്ചിരുന്ന എൻജിനീയറിങ് ഫീൽഡാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് എൻജിനീയർ എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ഇഷ്ടമുള്ള സെക്ടർ, ഇപ്പോൾ ബാങ്കിങ്ങിനകത്ത് എൻജിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജനറൽ എൻജിനീയറിംഗ് ഫീൽഡ് ഉണ്ട്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെ സെലക്ട് ചെയ്യാണ്ടിരിക്കാം. എന്നിട്ട് നമ്മുടെ സബർബ് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സിഡ്നിയാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് സീക്ക് അടിക്കുക. ഏത് ജോബ് റോളാണോ, ക്രൈറ്റീരിയ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് ലിസ്റ്റിങ്സ് കാണിക്കും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ജോബ് ലിസ്റ്റിങ്സ് കാണിക്കുന്നതുണ്ടോ, പ്രിൻസിപ്പൽ എൻജിനീയർ. ഞാൻ ഇവിടെ എൻജിനീയറിന് അടിക്കുന്നതിന് പകരം ഞാൻ ഗ്രാജുവേറ്റ് എൻജിനീയർ അടിക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാജുവേറ്റ് എൻജിനീയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ബാച്ചിലേഴ്സ് അല്ലെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ വിളിക്കുന്ന ഒരു ടേമാണ് ഗ്രാജുവേറ്റ് എൻജിനീയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എക്സ്പീരിയൻസ് പൊതുവെ ചോദിക്കാറില്ല, ഇവർ ഡയറക്റ്റ് ജോലി തരികയാണ് ചെയ്യാറ്. ഇതിനകത്ത് കാണാൻ പറ്റും ഫസ്റ്റ് ലിസ്റ്റിങ് MTR കോർപ്പറേഷൻ ഗ്രാജുവേറ്റ് എൻജിനീയേഴ്സ്. ഇതൊരു 2 year ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. ഇതിനകത്ത് ഓവർസീസ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയിൽ മാത്രം നിന്നിട്ടുള്ള ഒരു ജോലിയല്ല, ചിലപ്പോൾ ഓവർസീസും നമുക്ക് വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനീനെ പറ്റി റിസർച്ച് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം വലിയൊരു കമ്പനിയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ല, 50,000 എംപ്ലോയീസ് ഉണ്ട് വേൾഡ് വൈഡ്. മെയിനായിട്ട് ഇവർ വർക്ക് ചെയ്യുന്ന ഹോങ്കോങ്, മക്കാവോ, മെയിൻലൈൻ ചൈന, പിന്നെ UK, ഓസ്ട്രേലിയ. അപ്പോൾ 5 കൺട്രീസിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ഭയങ്കര വലിയൊരു കമ്പനിയാണ്. ഇത് MNC ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റോളാണ്. അപ്പോൾ ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വിക്ക് അപ്ലൈ കൊടുത്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു റെസ്യൂമേ വേണ്ടി വരും നമ്മൾ ഇങ്ങനത്തെ ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചിരുന്ന 2 പ്ലാറ്റ്ഫോമിലും പൊതുവെ റെസ്യൂമേയുടെ ആവശ്യമില്ല. കാരണം കൂടുതലും ബ്ലൂ കോളർ ജോബ്സ് ആണത്. അപ്പോൾ അതിന് നമുക്ക് വലിയ കാര്യമായിട്ട് സ്കില്ല് വേണ്ടാത്ത ടൈപ്പ് ജോബ്സ് ആണ്. പക്ഷേ ഇങ്ങനത്തെ വൈറ്റ് കോളർ ജോബ്സിൽ നമുക്ക് ഒരു റെസ്യൂമേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ജോലിക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 50-നും 200-നും പേരിനടുത്ത് ഒരുമിച്ച് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള സ്കില്ല് നമ്മുടെ കയ്യിലുണ്ടോ, അല്ലേ നമ്മൾ ഏത് ഫീൽഡാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? എൻജിനീയറിങ് തന്നെ ഒരു 19 ഫീൽഡുണ്ട്. മെക്കട്രോണിക്സ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്മ്യൂണിക്കേഷൻസ്, ടെലികോംസ് എൻജിനീയർ ഉണ്ട്, ഡാറ്റ എൻജിനീയർ ഉണ്ട്. അപ്പോൾ എൻജിനീയർ എന്ന് പറയുന്ന ഒരു ടൈറ്റില് ഭയങ്കര ബ്രോഡായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഏത് ഫീൽഡാണ് നമ്മൾ പഠിച്ചിരുന്നത്, ഇവനെ കൊണ്ട് നമുക്ക് വല്ല ഉപകാരമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് ഓഫ് പേപ്പറാണ് ഈ റെസ്യൂമേ അല്ലെ CV എന്ന് പറയുന്നത്. അപ്പോൾ റെസ്യൂമേ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരെണ്ണം ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം ഈ ഒരു വീഡിയോ ഭയങ്കരധികം ഷോർട്ടാക്കാനാണ് എനിക്ക് താല്പര്യം. ഈ പ്ലാറ്റ്ഫോമിൽ ഈ പറയുന്ന പോലെ തന്നെ ഇഷ്ടംപോലെ ജോബ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ നിങ്ങൾ എടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇവർ ഈ പറയുന്ന പോലെ തന്നെ ഇതിനെ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്തിരുന്ന 3 പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ കണ്ടന്റ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്ത്. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ കണ്ടുമുട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.